ഹായ് ഫ്രണ്ട്സ്, ഓപ്ഷൻ സീരീസിൻ്റെ ആദ്യ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓപ്ഷൻ സീരീസ് എന്നാൽ ഓപ്ഷൻ സെല്ലിംഗ് ഇതിനകത്തില്ല. കാരണം വേറൊന്നുമില്ല, എനിക്ക് ഓപ്ഷൻ സെല്ലിംഗ് അറിഞ്ഞൂടാ. ഇതിലുള്ളത് ഓപ്ഷൻ ബൈയിങ് മാത്രമാണ്. ഓപ്ഷൻ ബൈയിങ് എല്ലാ റീറ്റെയിൽ ട്രേഡേഴ്സിൻ്റെയും ഡ്രീം. കാരണം വേറൊന്നുമല്ല, ലോ ക്യാപിറ്റൽ, ഹൈ പ്രോഫിറ്റ്സ്, ഫാസ്റ്റ് മണി. നാച്ചുറലി ഞാനും അട്രാക്റ്റഡ് ആയി. സോഷ്യൽ മീഡിയയിലാണെങ്കിൽ ഗംഭീര P&L, ഗംഭീര പ്രോഫിറ്റ്സ്, 90% ആക്യുറസിയുള്ള സ്ട്രാറ്റജീസ്, അങ്ങനെ പല അവകാശവാദങ്ങളും. പലരും പറഞ്ഞു തന്ന വഴികളിലൂടെ സഞ്ചരിച്ചു. 4 പടി കയറും, 8 പടികൾ ഊർന്ന് താഴേക്ക് വരും. ഓവർ ട്രേഡിംഗ്, റിവെഞ്ച് ട്രേഡിംഗ്, മുകളിലേക്ക് പോകുന്ന മാർക്കറ്റിൽ ട്രേഡ് ചെയ്യും, താഴേക്ക് പോകുന്ന മാർക്കറ്റിൽ ട്രേഡ് ചെയ്യും, നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സ്റ്റോക്സ്, കമോഡിറ്റീസ്, ക്രിപ്റ്റോ, അങ്ങനെ കണ്ണിൽ കണ്ടതും കയ്യിൽ കിട്ടിയതിലും എല്ലാം ട്രേഡ് ചെയ്യും. അങ്ങനെ സാമ്പത്തികമായും മാനസികമായും തകർന്നു. വീണ്ടും മാർക്കറ്റ്സിനെ അനലൈസ് ചെയ്തു, സ്റ്റോക്സിനെ സ്റ്റഡി ചെയ്തു, ചാർട്ട് അനലൈസ് ചെയ്തു, ഫോർവേഡ് ടെസ്റ്റിംഗ്, ബാക്ക് ടെസ്റ്റിംഗ് എല്ലാം ചെയ്തു. വീണ്ടും ഓപ്ഷൻ ബൈയിങ്ങിലേക്ക് വന്നു. 18 നിലയിൽ പൊട്ടി. അങ്ങനെ പതിയെ പതിയെ ഞാൻ മനസ്സിലാക്കി, പ്രോബ്ലം പുറത്തല്ല, പ്രോബ്ലം എൻ്റെ ഉള്ളിലാണ്. ഇത് മനസ്സിലാക്കാൻ 4 വർഷം എടുത്തു. എന്നാൽ ഒരു കാര്യത്തിൽ എനിക്ക് അഭിമാനമുണ്ട്. എൻ്റെ ട്രേഡിംഗ് കരിയറിൽ ഇതുവരെ ഒരു ടിപ്സ് പോലും ഞാൻ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. എൻ്റെ പരാജയങ്ങൾ എൻ്റെ സ്വന്തമാണ്. ആ പരാജയങ്ങളുടെ ബലത്തിലാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഞാനിത് സംസാരിക്കുന്നത്. ഇപ്പോൾ ഞാൻ ഫോക്കസ്ഡ് ആണ്, ഡിസിപ്ലിൻഡ് ആണ്, ഒരു റിക്കവറി ഫേസിലാണ്. എന്നാൽ പിന്നെ ലോസ് എല്ലാം റിക്കവർ ആയിട്ട് ഓപ്ഷൻ സീരീസിൻ്റെ വീഡിയോസ് ഇട്ടാൽ പോരായിരുന്നോ? പോരാ. കാരണം ഓപ്ഷൻ ബൈയിങ്ങിൻ്റെ റിയാലിറ്റിയും ഓപ്ഷൻ ബൈയിങ്ങിൻ്റെ പൊട്ടൻഷ്യലും എത്രയും വേഗം നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് എനിക്ക് തോന്നി. കാരണം ഇപ്പോഴും പല റീറ്റെയിൽ ട്രേഡേഴ്സും ലോസ് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നെ കൊണ്ടാവുന്ന എൻ്റെ റിയൽ ലൈഫ് എക്സ്പീരിയൻസ് വെച്ച് നിങ്ങൾക്കൊരു ഗൈഡൻസ് തരിക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. റീറ്റെയിൽ ട്രേഡേഴ്സ് ഓപ്ഷൻ ബൈയിങ്ങിനെ കാണുന്നത് ഇങ്ങനെയാണ്: 5000 രൂപ കൊണ്ട് 50,000 രൂപ ഉണ്ടാക്കാം. മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ ശരിയായാൽ മതി, ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്താൽ മതി, പ്രോഫിറ്റ്സ് ഉറപ്പ്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസും എല്ലാം പ്രോഫിറ്റ്സ് മാത്രമാണ് ഹൈലൈറ്റ് ചെയ്തത്. കാരണം എന്താ? അത് കേൾക്കുന്നതാണ് ബ്രെയിനിന് ഇഷ്ടം. എന്നാൽ ലോസസ്, ക്യാപിറ്റൽ ഒലിച്ചു പോകുന്നത്, നമ്മുടെ ഹാർഡ് ഏൺഡ് മണി, നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കാശാണ് പോകുന്നത്. ഇമോഷണൽ ബ്രേക്ക് ഡൗൺ, ഇമോഷണൽ സ്ട്രെസ്സ്, സൂയിസൈഡിനെ പറ്റി പോലും ചിന്തിച്ചിട്ടുണ്ടാവും. ഈ ഡാർക്ക് റിയാലിറ്റീസ് ഒന്നും ആരും പബ്ലിക്കായിട്ട് ഷെയർ ചെയ്യില്ല. കാരണം അതൊന്നും കേൾക്കുന്നത് ആർക്കും ഇഷ്ടമല്ല, നമ്മുടെ ബ്രെയിനിന് ഒട്ടും ഇഷ്ടമല്ല. ഓപ്ഷൻ ബൈയിങ് ഒരു റേസിംഗ് ബൈക്ക് പോലെയാണ്. റേസിംഗ് ബൈക്കിൻ്റെ ടോപ്പ് സ്പീഡ് 300 മുതൽ 350 km/h. അതിൻ്റെ ആവറേജ് സ്പീഡ് 180 km/h ആണ്. ഉദാഹരണത്തിന് തൃശ്ശൂർ മുതൽ തിരുവനന്തപുരം വരെയുള്ള ഡിസ്റ്റൻസ് 300 km. തിയററ്റിക്കലി റേസിംഗ് ബൈക്കിലാണെങ്കിൽ 1.5-2 മണിക്കൂർ കൊണ്ട് നമുക്ക് എത്താം. അങ്ങനെ ആരെങ്കിലും എത്തിയിട്ടുണ്ടോ? എത്താൻ പറ്റുമോ? പറ്റില്ല. ചീറ്റ അറിയില്ലേ? വേൾഡ്സ് ഫാസ്റ്റസ്റ്റ് ആനിമൽ. 120 km/h ആണ് ചീറ്റയുടെ ടോപ്പ് സ്പീഡ്. ചീറ്റയുടെ ഈ ടോപ്പ് സ്പീഡ് വെച്ച് നോക്കുമ്പോൾ ചീറ്റയ്ക്ക് ഏത് മൃഗത്തിനെയും വേഗത്തിൽ കീഴ്പ്പെടുത്താൻ പറ്റും. പക്ഷെ അങ്ങനെ നടക്കുന്നുണ്ടോ? ഇല്ല. കാരണം എന്താണെന്നറിയോ? ചീറ്റയുടെ ഈ ടോപ്പ് സ്പീഡ്, അതായത് 120 km/h, മാക്സിമം 20 to 30 സെക്കൻഡ്സ് മാത്രമേ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റൂ. അതിനപ്പുറം പറ്റത്തില്ല. അതിൻ്റെ ഹാർട്ട് ബസ്റ്റായി പോകും. കാരണം ആ സമയത്ത് അതിൻ്റെ ഹാർട്ട് ബീറ്റ് അത്ര ഫാസ്റ്റാണ്. 20 മുതൽ 30 സെക്കൻഡ് വരെ ചീറ്റയ്ക്ക് ആ സ്പീഡ് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റും. ഇതേപോലെയാണ് ഓപ്ഷൻ ബൈയിങ്. ഓപ്ഷൻ ബൈയിങ് ആണ് സ്റ്റോക്ക് മാർക്കറ്റിലെ ചീറ്റ, ടോപ്പ് സ്പീഡ്. പക്ഷേ അത് ഒരുപാട് നേരം സസ്റ്റെയിൻ ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മൾ എങ്ങനെയായിരിക്കണം ഓപ്ഷൻ ബൈയിങ് ചെയ്യേണ്ടത്? ചീറ്റയുടെ മൈൻഡ് സെറ്റും ചീറ്റയുടെ രീതികളുമായിരിക്കാം നമ്മൾ ഉപയോഗിക്കേണ്ടത്. ചീറ്റ എങ്ങനെ ഹണ്ട് ചെയ്യുന്നത്? ചീറ്റയുടെ ഈ പരിമിതി ചീറ്റയ്ക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ചീറ്റ എങ്ങനെ ഹണ്ട് ചെയ്യുന്നതെന്ന് അറിയാം. ആദ്യം ഒരു ഗ്രൗണ്ട് കണ്ടുപിടിക്കും, പുല്ലൊക്കെ ഉള്ള ഗ്രൗണ്ട്. കാരണം എന്താ? പുല്ലുണ്ടെങ്കിലേ അവിടെ മാനുകൾ മേയാൻ വരത്തുള്ളൂ. എന്നാൽ മാനുകൾ മേയാൻ വരുന്ന ആ ഗ്രൗണ്ടിൽ ചീറ്റയ്ക്ക് ഓപ്പണായിട്ട് നിൽക്കാൻ പറ്റുമോ? അപ്പോൾ മാനുകൾ വരത്തില്ല. അപ്പോൾ ആ പുല്ലുള്ള ഗ്രൗണ്ടിൽ, കുറ്റിക്കാടുകളുള്ള ഒരു ഗ്രൗണ്ടായിരിക്കും ചീറ്റ ഹണ്ട് ചെയ്യാൻ തിരഞ്ഞെടുക്കുന്നത്. അതേപോലെ നമ്മളും
സൂട്ടബിൾ ആയിട്ടുള്ള ഒരു മാർക്കറ്റ്, സൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഇൻഡെക്സ്, സൂട്ടബിൾ ആയിട്ടുള്ള ഒരു സ്റ്റോക്ക്, സൂട്ടബിൾ ആയിട്ടുള്ള ഒരു കമോഡിറ്റി ആയിരിക്കണം നമ്മളും തിരഞ്ഞെടുക്കേണ്ടത്. ചീറ്റയുടെ ഹണ്ടിങ് ടെക്നിക്സ് ആണ് നമ്മളും ആസ് ആൻ ഓപ്ഷൻ ബയർ സ്റ്റോക്ക് മാർക്കറ്റിൽ ഉപയോഗിക്കേണ്ടത്. അടുത്ത സ്റ്റെപ്പ് ചീറ്റ എന്താ ചെയ്യുക? ചീറ്റ ഈ കുറ്റിക്കാട്ടിൽ വന്ന് ഒളിഞ്ഞിരിക്കും മാനുകൾ മേയാൻ വരുന്നത് വരെ. മാനുകൾ മേയാൻ വന്നാലും ചീറ്റ അറ്റാക്ക് ചെയ്യില്ല. ചീറ്റയ്ക്കറിയാം 20 സെക്കൻഡ് മാത്രമേ ഈ 120 km/h ടോപ്പ് സ്പീഡ് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റൂ. അപ്പോൾ ചീറ്റ വാച്ച് ചെയ്തുകൊണ്ടിരിക്കും. ആ മാനുകൾ ഏതെങ്കിലും ചീറ്റയുടെ ആ റേഞ്ചിൽ വരുന്നത് വരെ. ഇതേപോലെയാണ് നമ്മളും വിത്ത് പ്രോപ്പർ സെറ്റപ്പ് ആൻഡ് സ്ട്രാറ്റജി നമ്മളും ഇങ്ങനെ ഇരിക്കണം. നമ്മുടെ റേഞ്ചിൽ, നമ്മുടെ സെറ്റപ്പിൽ, നമ്മുടെ സ്ട്രാറ്റജിക്ക് അനുസരിച്ച് പ്രൈസ് വരുന്നത് വരെ. ഇനി ചീറ്റ എങ്ങനെ ഇരിക്കും? ഞാൻ നേരത്തെ പറഞ്ഞു, ആ റേഞ്ചിൽ ചിലപ്പം വരുന്നത് 3-4 മാനായിരിക്കും. പക്ഷെ ചീറ്റ ഒരൊറ്റ മാനിനെ മാത്രമേ ടാർഗറ്റ് ചെയ്യുള്ളൂ. ആ റേഞ്ചിൽ വന്നു കഴിയുമ്പോൾ ഒരൊറ്റ ചാട്ടമാണ്. ചാടിയ 20 സെക്കൻഡിനകത്ത് ചീറ്റ ആ മാനിനെ പിടിച്ചിരിക്കും. അതേപോലെ നമ്മളും നമ്മുടെ സെറ്റപ്പിനും സ്ട്രാറ്റജിക്കും ആ ലെവലിലും പ്രൈസ് വരുന്നത് വരെ കാത്തിരിക്കണം. വന്നു കഴിയുമ്പോൾ ഒരൊറ്റ ജമ്പ്, എൻ്റർ ഇൻ ടു ദി ട്രേഡ്. അതാണ് ഓപ്ഷൻ ബയർ ചെയ്യേണ്ടത്. ഈ പറഞ്ഞ രീതിയിൽ ചീറ്റ ചാടുന്നു. എല്ലാ പ്രാവശ്യവും മാനിനെ കിട്ടുമോ? ഇല്ല. നാച്ചുറൽ ഹണ്ടറാണ് ചീറ്റ. നാച്ചുറൽ ഹണ്ടിങ് സ്കിൽസ് ഉണ്ട്. എന്നിട്ട് പോലും 100% ആക്യുറസി ചീറ്റയ്ക്ക് പോലും ഇല്ല. പിന്നെ നമ്മൾ ഓപ്ഷൻ ബയേഴ്സിന് 100% ആക്യുറസി കാണുമോ? ഇല്ല. ചീറ്റ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ജമ്പ് ചെയ്യും. മാനിനെ പിടിച്ചില്ലെങ്കിൽ ചീറ്റ എന്താ ചെയ്യുന്നത്? പിന്നെ മാനിൻ്റെ പുറകെ ഓടില്ല. ചീറ്റ തല താഴ്ത്തി തിരിച്ചു വരും. ചീറ്റ ലോസ് അക്സെപ്റ്റ് ചെയ്യും. അതേപോലെ ആയിരിക്കണം ഒരു ഓപ്ഷൻ ബയർ. നമ്മുടെ റേഞ്ചിൽ, നമ്മുടെ സെറ്റപ്പിൽ പ്രൈസ് വരുമ്പോൾ എൻട്രി ചെയ്യുക. ചിലപ്പോൾ നമുക്ക് പ്രോഫിറ്റ് കിട്ടില്ല. പ്രോഫിറ്റ് കിട്ടിയാൽ റൈഡ് ചെയ്യുക. പ്രോഫിറ്റ് കിട്ടിയില്ലെങ്കിൽ അക്സെപ്റ്റ് ദി ലോസ്. തോൽവിയല്ലാതെ നമ്മൾ നഷ്ടം, ലോസ് മാത്രം അക്സെപ്റ്റ് ചെയ്യുക. യു വിൻ വെൻ യു അക്സെപ്റ്റ് ദി ലോസ്. തോൽവിയല്ല, നഷ്ടം അക്സെപ്റ്റ് ചെയ്യുക. അക്സെപ്റ്റ് ചെയ്ത് തലകുനിച്ച് തിരിച്ചു പോരുക. എന്തിനാണ്? ചീറ്റ തലകുനിച്ച് തിരിച്ചു പോരും. എന്തിനാണ്? വീണ്ടും നാളെ ഇതേ സ്ട്രാറ്റജിയോടുകൂടിയായിരിക്കും ചീറ്റ വരുന്നത്. സെയിം സ്ട്രാറ്റജി, സെയിം സെറ്റപ്പ്. അതേപോലെ ആയിരിക്കണം ഓപ്ഷൻ ബയർ. നമ്മൾ ട്രേഡിൽ ജമ്പ് ചെയ്തു, അത് ലോസ് സംഭവിച്ചാൽ ഫിനിഷ്. അന്നത്തെ ദിവസത്തേക്ക് വിട്ടേക്കുക. നമ്മൾ തിരിച്ചു വരിക, ട്രേഡ് റിവ്യൂ ചെയ്യുക. നെക്സ്റ്റ് ഡേ വീണ്ടും സെയിം സ്ട്രാറ്റജി, സെയിം സെറ്റപ്പ്. അപ്പോൾ ഒരു ഓപ്ഷൻ ബയർ ഏത് മൈൻഡ് സെറ്റ് ആയിരിക്കണം? ചീറ്റയുടെ മൈൻഡ് സെറ്റ്. പ്രോപ്പർ സ്ട്രാറ്റജി, പ്രോപ്പർ സെറ്റപ്പ്, ഫിക്സഡ് സെറ്റപ്പ്, ഫിക്സഡ് സ്ട്രാറ്റജി, പേഷ്യൻസ്. പിന്നെ ഓവർ ട്രേഡിംഗ് ഇല്ല, റിവെഞ്ച് ട്രേഡിംഗ് ഇല്ല. ജസ്റ്റ് വൺസ് അതിൽ കിട്ടിയാൽ ട്രൈഡ് ദി പ്രോഫിറ്റ്സ്. ഇല്ലെങ്കിൽ accept the loss and come back. Review your trades and then come back next day. ഞാനിപ്പോൾ പറഞ്ഞ സ്ട്രാറ്റജി, പ്രോപ്പർ സെറ്റപ്പ്, ഡിസിപ്ലിൻ, പേഷ്യൻസ്, എങ്ങനെ ഓവർ ട്രേഡിംഗ് ഒഴിവാക്കാം, എങ്ങനെ റിവെഞ്ച് ട്രേഡിംഗ് ഒഴിവാക്കാം, ഇതെല്ലാം എൻ്റെ തുടർന്നുള്ള വീഡിയോസിലുണ്ടാവും. താങ്ക് യു.